നികുതി കുടിശ്ശിക വരുത്തിയ സ്ഥാപനങ്ങൾക്കും കെട്ടിട ഉടമകൾക്കുമെതിരെ തൃക്കാക്കര നഗരസഭ കർശന നടപടികൾ സ്വീകരിച്ചതോടെ ഖജനാവിലേക്ക് എത്തിയത് 12,60,00,000 രൂപ. നികുതി അടയ്ക്കാത്തവർക്ക് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് വൻ തുക പിരിച്ചെടുക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചത്. 2024-25 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിട നികുതി പിരിഞ്ഞു കിട്ടാനുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തുകയായിരുന്നു. റവന്യൂ, ആരോഗ്യം, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തി 2 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് നികുതി പിരിവ് ഊർജിതമാക്കിയത്. റവന്യൂ ഇൻസ്പെക്ടർമാർക്കാണ് സ്ക്വാഡുകളുടെ നേതൃത്വ ചുമതല നൽകിയിരിക്കുന്നത്. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന IT കമ്പനികളിലെ ജീവനക്കാരിൽ നിന്ന് പ്രൊഫഷണൽ ടാക്സ് ഇനത്തിൽ മാത്രം 3 കോടി രൂപ ലഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. കെട്ടിട നികുതി അടയ്ക്കാത്ത സ്ഥാപനങ്ങൾക്കും കെട്ടിട ഉടമകൾക്കും നോട്ടീസ് നൽകുന്ന നടപടികൾ തുടരുകയാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ റാഷിദ് ഉള്ളംപള്ളി അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമായി തുടരാനാണ് നഗരസഭയുടെ തീരുമാനം. കോടികളുടെ റവന്യൂ വരുമാനം കുറഞ്ഞത് അന്ന് 2015-20 ഓഡിറ്റുകൾ കൃത്യമായി പറയുന്നുണ്ട്. സ്റ്റാഫിന്റെ ലഭ്യത കുറവുണ്ടാണ്. സ്റ്റാഫിന്റെ അപര്യാപ്തത മൂലം തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്കകത്ത് റവന്യൂ വരുമാനം കുറയാൻ ഏറ്റവും വലിയ കാരണം സ്റ്റാഫില്ല എന്നുള്ളതാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റി നിലവിലുള്ള 50,000 രൂപക്ക് മുകളിലുള്ള മുഴുവൻ കമ്പനികൾ പിരിക്കാൻ കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി ചെയർമാൻ ഉൾപ്പെടെ ആളുകൾ വിളിച്ചു കൂട്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് സംയുക്ത പരിശോധന എന്നതിലുപരി തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ സെസ്സിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അവർ 5 വർഷക്കാലം ഇപ്പൊ പ്രസ്റ്റീജ് അത് നിലവിൽ നമുക്ക് അറിയാം എല്ലാവരും സെസ്സിന്റെ മണ്ഡലത്തിൽ സെസ്സിന്ന് നോൺ സെസ് ആക്കി അത് മാറ്റി 36 കോടി രൂപ ഗവൺമെന്റിലേക്ക് അടിച്ചു നോൺ സെസ് ആക്കി മാറ്റി. ഒരു സ്ഥാപനം നോൺ സെസ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തൃക്കാക്കര മുനിസിപ്പൽ KMBR ആക്ട് പ്രകാരമുള്ള എല്ലാ മാതൃകാ ബില്ലുകളും വാങ്ങണം. 1 രൂപ തൃക്കാക്കര മുനിസിപ്പാലിറ്റി റവന്യൂ കൊടുക്കുന്നത് അടച്ചിട്ടില്ല. അവർ കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്തു. നിങ്ങൾ അടക്കാനുള്ള കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്ക് അടക്കണം, അസസ് ചെയ്യാനുള്ള അനുവാദം തരണമെന്ന് ആവശ്യമുണ്ട്. തൃക്കാക്കര മുനിസിപ്പൽ ചുമതലപ്പെടുത്തി 2 RIമാരെ ചുമതലപ്പെടുത്തി 2 ബാച്ചായിട്ട് തൃക്കാക്കര 2 സ്ക്വാഡുകൾ തീരുമാനിച്ചു. ഒരു സ്ക്വാഡിൽ ഒരു RI, ഡൈസമ്മ, ആസിഫ്, ജയജ്, സഞ്ജു ആവശ്യമായ നോട്ടീസ് ജീവനക്കാർ. രണ്ടാമത്തെ സ്ക്വാഡിൽ വിമൽ കുമാർ TA, അതും RI ആണ്. താരിഫ്, ധനേഷ് R, സെക്കൻഡ് ആവശ്യമായ നോട്ടീസുകൾ ഉദ്ദേശിച്ചു. എനിക്കൂടെ കഴിഞ്ഞ ദിവസം ഒരു 10-15ഓളം കമ്പനികളിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഓഡിറ്റ് പരാമർശത്തിലുണ്ടായ പരാമർശം അവർക്കൊരു നോട്ടീസിന്റെ കോപ്പിയാണ്. നിങ്ങൾ അസസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ നഗരസഭയ്ക്ക് എനിക്കുള്ള കോടിക്കണക്കിന് രൂപ റവന്യൂ വരുമാനം പിരിഞ്ഞു കിട്ടാനുണ്ട്. ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം മുനിസിപ്പാലിറ്റി പറയുകയും അതിന് സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടാതെ കഴിഞ്ഞ 2020-25 കാലം മുതൽ ഗവൺമെന്റിലേക്ക് അപ്രൂവ് വിടുന്നതാണ്. ഈ ഭരണസമിതി തീരുന്നതിന് മുമ്പ് തന്നെ അതിനൊരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിലേക്ക് കൊടുത്തു.